ഹലോ വെൽക്കം ബാക്ക് ടു ബാലവീർ മലയാളം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ബാലവീറിൻ്റെ 116ാമത്തെ എപ്പിസോഡാണ്. അപ്പം നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഈ ഒരു എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ദേത്യാനിയെയാണ്. ദേത്യാനിയാണെങ്കിൽ കുമ്മിണ ദേവതയുടെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് ദേവതാലോകത്തേക്ക് നിഷ്പ്രയാസം തന്നെ കടന്നു കയറിയിരിക്കുകയാണ്. യാതൊരു വിധത്തിലുള്ള അപായമണിയോ അല്ലെങ്കിൽ യാതൊരു വിധത്തിലുള്ള തടസ്സങ്ങളോ അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല. അവർ വളരെ സേഫ് ആയിക്കൊണ്ട് ദേവതാലോകത്തേക്ക് എത്തിച്ചേരുകയാണ്. പിന്നീട് ഭൂമിയിലാണ് കാണിക്കുന്നത്. ഭൂമിയിൽ എന്താണ് നടക്കുന്നതെന്ന് വെച്ചാൽ മധുവിനെ എങ്ങനെയെങ്കിലും ദേവതാലോകത്തേക്ക് എത്തണം, അവൻ നല്ല കുട്ടിയാണെന്ന് പറഞ്ഞുകൊണ്ട് അവനും അങ്ങനെ ഒരു കത്ത് വരണമെന്നൊക്കെ അവനൊരുപാട് ആഗ്രഹമുണ്ട്. പക്ഷേ എങ്ങനെ ചെയ്യണമെന്ന് മധുവിനെ അറിയില്ല എന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ തന്നെ കണ്ടു. അതുപോലെ തന്നെ മറ്റൊരു മണ്ടത്തരം കൂടി മധു ചെയ്തു നോക്കുകയാണ്. അവൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവിടെ ഉണ്ടായിരുന്ന സകല കുട്ടികൾക്ക് വേണ്ടി ബർഗർ, പിസ്സ, കൂൾ ഡ്രിങ്ക്സ് ഇവയെല്ലാം തന്നെ വാങ്ങിക്കൊണ്ടു വരികയാണ്. എന്നാൽ ആ ഒരു കുട്ടികൾ ആരും തന്നെ അത് എടുക്കുന്നില്ല എന്ന് മാത്രമല്ല രോഹിത്തും കെവിനും അത് ഒറ്റയടിക്ക് തന്നെ തീർക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ അത് ഒരുപാട് രോഹിത്തിനെയും കെവിനെയും വഴക്ക് പറയുകയാണ്. ഇനി തങ്ങൾക്കൊരിക്കലും ദേവതാലോകത്തേക്ക് പോകാൻ കഴിയില്ല എന്ന് കരുതി അവരങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് ദേവതാലോകത്താണ് കാണിക്കുന്നത്. ദേവതാലോകത്താണെങ്കിൽ എല്ലാ ആഘോഷങ്ങളും വളരെ തകൃതിയായി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ഡുണ്ടുമാൻ വരികയും എന്നിട്ട് ഡുണ്ടുമാൻ പറയുകയും ചെയ്യുകയാണ്, ഇനി ദേവതമാരുടെ ഗംഭീരമായ ഡാൻസ് പെർഫോമൻസ് ആണ് വരാൻ പോകുന്നതെന്ന്. ഇതേ സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന ദേവതമാരെല്ലാവരും തന്നെ മറ്റൊരു വസ്ത്രത്തിൽ അവിടെ വളരെ ഗംഭീരമായി തന്നെ നൃത്തം ചെയ്യുകയാണ്. ഇത് കണ്ട് ദേവതമാരും കുട്ടികളും ബാലവീറും റാണിദേവതയും എല്ലാവരും തന്നെ വളരെയധികം സന്തോഷത്തോടെ നിൽക്കുകയാണ്. ഇതേ സമയത്ത് തന്നെയാണ് നമ്മൾക്ക് കാണിച്ചു വരുന്നത് കുട്ടുമാനും ദേത്യാനിയും ആ ഒരു കുമിളയിലൂടെ ദേവതാലോകത്തിലൂടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു കുമിളയുടെ ഉള്ളിൽ തന്നെയാണ് ഇപ്പോഴും ദേത്യാനിയും അതുപോലെ തന്നെ കുട്ടുമാനും. പിന്നീട് ഭൂമിയിലാണ് കാണിക്കുന്നത്. ഭൂമിയിലാണെങ്കിൽ മധു തനിക്കൊരിക്കലും ഇനി ദേവതാലോകത്തേക്ക് പോകാൻ കഴിയില്ല എന്ന് ഉറപ്പിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെയാണ് ആ പാർക്കിൽ അങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നത്. ഞങ്ങളൊപ്പം കളിച്ചുകൊണ്ടിരുന്നിരുന്ന ഒരു കുട്ടി പെട്ടെന്ന് തന്നെ അവിടെ വീഴുകയാണ്. അങ്ങനെ സാരമായ പരിക്കെല്ലാം തന്നെ പറ്റുകയാണ്. ഇതേ സമയത്ത് തന്നെ എത്രയും പെട്ടെന്ന് ആ ഒരു കുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണം. ഇതേ സമയത്ത് മധുവാണ് അവരെ സഹായിച്ചുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നത്. മധു യാതൊരു വിധത്തിലുള്ള കള്ളത്തരവും കാട്ടിയിരുന്നില്ല. അതായത് അവന് ദേവതാലോകത്തേക്ക് പോകണമെന്ന ഇൻറ്റൻഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അവൻ ആ കുട്ടിയെ രക്ഷിക്കുക എന്നുള്ള മാത്രമായിരുന്നു അവൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അങ്ങനെ ഒരു നല്ല കാര്യം ചെയ്തതുകൊണ്ട് തന്നെ അവനെ തേടി അവൻ്റെ ഇൻവിറ്റേഷൻ എത്തുകയാണ്. എന്നിട്ട് അവനോട് പറയുകയാണ്, മധു, ഞാൻ വന്നിരിക്കുന്നത് നിന്നെ ദേവതാലോകത്തേക്ക് ക്ഷണിക്കുവാൻ വേണ്ടിയാണ് എന്ന് പറയുകയാണ്. ഇത് കേട്ട് മധുവിന് വളരെയധികം സന്തോഷം തോന്നുകയാണ്. രോഹിത്തും കെവിനും സന്തോഷിക്കുകയാണ്. അപ്പോൾ തന്നെയാണ് ആ ഒരു മേഘരഥത്തിൽ ഒരു ദേവത അങ്ങോട്ട് എത്തുന്നത്. സലോണിയും ഒപ്പമുണ്ട്. എന്നിട്ട് മധുവിനോട് പറയുകയാണ്, മധു, നിനക്ക് പോകുവാനുള്ള വഴിയാണിത്, നമുക്ക് ദേവതാലോകത്തേക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് മധുവിനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ ദേവതാലോകത്തെത്തിയ മധുവിന് പുതിയ ഡ്രസ്സെല്ലാം തന്നെ കൊടുക്കുകയാണ്. അവിടെ എത്തിയ മധു ആദ്യം തന്നെ ചെയ്യുന്നത് ഒരു ഗംഭീരമായ ഡാൻസ് പെർഫോം ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ഇത് കണ്ട് ബാലവീറും റാണിദേവതയും മറ്റു ദേവതമാരും എല്ലാവരും തന്നെ അവനെ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. വളരെ നന്നായിരുന്നു എന്നെല്ലാം തന്നെ പറയുകയാണ്. പിന്നീട് ദേവതാലോകത്തെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സുരക്ഷാ ദേവതമാരെയാണ് കാണിക്കുന്നത്. അവിടെ 2 സുരക്ഷാ ദേവതമാർ ബൈനോക്കുലർ ഉപയോഗിച്ച് തന്നെ അവിടെ മുഴുവൻ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്താണ് ഒരു സുരക്ഷാ ദേവത അത് കാണുന്നത്. എന്താണെന്ന് വെച്ചാൽ ദേത്യാനിയും അതുപോലെ തന്നെ കുട്ടുമാനും ആ ഒരു കുമിളയിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അവരുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട് സുരക്ഷാ ദേവത വളരെയധികം പേടിക്കുകയും അടുത്തുണ്ടായിരുന്ന സുരക്ഷാ ദേവതയോട് ഇക്കാര്യം പറയുകയും ചെയ്യുകയാണ്. ഇതേ സമയത്ത് തന്നെ ആദ്യത്തെ സുരക്ഷാ ദേവത പറയുകയാണ്, സുരക്ഷാ ദേവതയെ, നിങ്ങൾ ഇത് നോക്കൂ, ഈ ബൈനോക്കുലറിലൂടെ നോക്കൂ, ഈ ഭാഗത്ത് നിന്നും ദേത്യാനിയും കുട്ടുമാനും വരുന്നതായി ഞാൻ കണ്ടു എന്ന് പറയുകയാണ്. ഇത് കേട്ട് രണ്ടാമത്തെ സുരക്ഷാ ദേവത ആ ഒരു ബൈനോക്കുലർ വാങ്ങുകയും അതിലൂടെ നോക്കുകയും ചെയ്യുകയാണ്. ഇതേ സമയത്ത് അവിടെ ആരെയും കാണുവാനില്ല. അതുകൊണ്ട് തന്നെ നിനക്ക് തോന്നിയതാകുമെന്ന് പറയുകയാണ്. എന്നാൽ പെട്ടെന്നായിരുന്നു ആ ഒരു ശബ്ദം കേട്ടത്. അവിടെയല്ല ദേവതമാരെ, ഇവിടെ എന്ന് പറയുകയാണ്. നോക്കുമ്പോഴുണ്ട് അവരുടെ തൊട്ടപ്പുറത്ത് തന്നെ ദേത്യാനിയും കുട്ടുമാനും നിൽക്കുന്നത് അവർ കാണുകയാണ്. അങ്ങനെ സുരക്ഷാ ദേവതമാർക്ക് യാതൊന്നും ചെയ്യാനുള്ള ഒരവസരം ദേത്യാനി ഉണ്ടാക്കി കൊടുക്കുന്നില്ല. മാത്രമല്ല ദേത്യാനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഉയരത്തിലുണ്ടായിരുന്ന ആ ഒരു സുരക്ഷാ ദേവതമാരെ 2 പേരെയും ദേവതാലോകത്തിന്റെ ആഴങ്ങളിലേക്ക് തള്ളിവിടുകയാണ്. അങ്ങനെ സുരക്ഷാ ദേവതമാർ 2 പേരും തന്നെ തറയിൽ പതിച്ചു എന്ന് ഉറപ്പായതോടെ ദേത്യാനി അവിടെ നിന്നും മാറുകയാണ്. എന്നിട്ട് കുട്ടുമാനും ദേത്യാനി അവിടെ നിന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ അതാ ദേത്യാനി പറയുകയാണ്, ഇനി എൻ്റെ കളികളാണ്, ഞാനാണ് ഇനി ഇവിടെ ഭരിക്കാൻ പോകുന്നതെന്നും എന്നെ ആർക്കും തടയാൻ കഴിയില്ലെന്നും ഞാനിവിടെ വന്നത് ഒരാൾ പോലും അറിയില്ല എന്നും ദേത്യാനി ആത്മവിശ്വാസത്തോടെ തന്നെ പറയുകയാണ്. ഇത് കേട്ട് കുട്ടുമാനും വളരെ ക്രൂരമായ രീതിയിൽ ചിരിക്കുകയാണ്. ഇവർ 2 പേരെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കെല്ലാം തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിരുന്നു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ബാലവീറിൻ്റെ ഇതുപോലുള്ള എക്സ്പ്ലനേഷന് വേണ്ടി ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക.
അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ 2 ഓഡിയോസ് കമ്പൈൻ ചെയ്തു വരികയും കുറച്ച് പോർഷൻ വോയിസ് കേൾക്കാതാവുകയും ചെയ്തു. അതിനെ എന്നോട് ക്ഷമിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇറ്റ്സ് മീ ബാൽവീർ മലയാളം സൈനിങ് ഓഫ്.